എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ചെടുത്ത ഒരു മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? നമുക്ക് കുറച്ച് നല്ല മോദ കിട്ടി കേട്ടോ. അപ്പം അത് എങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും നമ്മൾ ഇത് കാണിച്ചു തരാം. അപ്പം തുടങ്ങിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി നീളത്തിൽ കീറിയത്, പിന്നെ ചുമന്നുള്ളിയും കൂടെ 2 അല്ലി ചുമന്നുള്ളി നീളത്തിലരിഞ്ഞതും കൂടെ എടുത്തു. ഇനിയൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കി ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുത്ത് വെക്കണം. എന്നാൽ നല്ലതായിട്ട് അങ്ങ് വെള്ളം ഒഴിച്ച് ഇതായി പോകണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചൊന്ന് എടുത്ത് അവിടെ മാറ്റിയെടുത്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ മീൻകറി ഇനി വെക്കാൻ പോവുകയാണ്. ചട്ടി വെച്ചു, ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ചിലർ കടുകിടത്തില്ല, പക്ഷേ നമ്മുടെ ഇവിടെ നമ്മൾ കടുകിടാറുണ്ട് മീൻ കറിയിൽ. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ആദ്യമേ ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഇളക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് മൊരിച്ചെടുക്കണം. വെളുത്തുള്ളി ഒന്നാവാൻ ഒരു ഇച്ചിരി സമയം എടുക്കും. ഇഞ്ചിയും ചുമന്നുള്ളിയാണെങ്കിൽ വേഗം വഴണ്ട് കിട്ടും. അതിനാണ് ആദ്യമേ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ടത്. പിന്നെ ഇതൊന്ന് ഏകദേശം ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കിന് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇടുമ്പോഴത്തേക്കിന് ഒരു ചെറിയൊരു കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ഇതിനകത്തേക്ക് ഇടുന്നത്. ഇനി ഈ മല്ലിപ്പൊടി ഓപ്ഷനാണ്, ചിലരൊന്നും ഇടത്തില്ല, പക്ഷെ നമ്മൾ കുറച്ച് ഇടാറുണ്ട് പേരിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ മാറ്റി വെച്ചേക്കുന്ന മുളക് പൊടിയുടെ ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കണം. ഈ ചൂടായതുകൊണ്ട് പെട്ടെന്ന് മുളക് പൊടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് ആദ്യമേ മാറ്റി വെച്ചത്. ഈ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മീൻ മസാലയുടെ പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ മസാലയുടെ പൗഡർ ഓൾറെഡി വറുത്തിട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് അത് ലാസ്റ്റിലിട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇളം ചൂടുവെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നെങ്കിൽ അത്രയും നല്ലത്. ഇനിയല്ല പച്ചവെള്ളം എടുക്കുന്നെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി അതിനകത്തേക്ക് നമുക്ക് കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇതങ്ങ് ഇളക്കിയിട്ട് അടച്ചു വെക്കണം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. അതായത് നല്ല തിളച്ച് കഴിയുമ്പം നമ്മൾ ഈ കഴുകി വാരി വെച്ചേക്കുന്ന മീനുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് പിറക്കിയിട്ട് കൊടുക്കാം. മീനെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഈ അരപ്പിൽ ഈ മീനെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് കുത്തി ഇളക്കണ്ട, ചിലപ്പോൾ മീനങ്ങ് പൊടിഞ്ഞു പോകും. സ്പൂണിട്ട് ഇളക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി, അപ്പോഴും അതൊന്ന് അഡ്ജസ്റ്റ് ആയിട്ടിരുന്നോളും. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലർ ആദ്യമേ മുഴുവനെയുള്ള ഉലുവയാണ് ആദ്യം കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉലുവ ഇട്ടങ്ങ് പൊട്ടിക്കും. അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏതാണേലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ച് മീനെല്ലാം നമുക്ക് വേവിച്ച് എടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് നോക്കി, എന്നിട്ട് ഇതിനകത്തേക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് എടുക്കണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ എണ്ണ ഉണ്ടല്ലോ നമ്മൾ ആദ്യമായിട്ട് അതെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് മീനെല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള മീൻ കറി റെഡി ആയിട്ട് കിട്ടും. നിങ്ങൾ ഇങ്ങനെയാണോ മീൻ കറി ഉണ്ടാക്കുന്നത്? ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്താണേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മീൻകറി എപ്പോഴും തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക.